കെ ഗോപൻ, മുൻപ് ഇപ്പോൾ വസന്ത് പറഞ്ഞ നിലയിൽ VS-ന് വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്, പാർട്ടിയെ ജനങ്ങൾക്ക് തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ള ചർച്ചകളും ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന് CPI-ന് ഒരു പേരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതിൽ ഇപ്പോഴും ധാരണയില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കുമ്പോഴാണോ നിങ്ങൾ ഈ ജനാധിപത്യത്തിന്റെ സൗന്ദര്യത്തെ ഇങ്ങനെ പരിഹസിക്കുന്നത്? ഞങ്ങളാരും പരിഹസിക്കാൻ പോയിട്ടില്ല ആസിദെ. കേരളത്തിലെ ജനങ്ങളാണ് പരിഹസിക്കുന്നത്. അദ്ദേഹം ഇവിടെ പരാമർശിച്ചത് കേട്ടാൽ തോന്നും CPI-എമ്മും അല്ലെങ്കിൽ ലെഫ്റ്റും UDF-ഉം തമ്മിലുള്ള തർക്കം ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നതെന്ന്. അല്ലല്ലോ. ആ തർക്കം ഇലക്ഷനോടുകൂടി താൽക്കാലികമായി പര്യവസാനിച്ചില്ലേ? ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള രാഷ്ട്രീയ തർക്കം താൽക്കാലികമായി പര്യവസാനിച്ചില്ലേ? ഇനി ഭരണം തുടങ്ങുമ്പോഴല്ലേ ഉള്ളൂ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പ്രശ്നം ഉണ്ടാവുന്നെങ്കിൽ. ഇപ്പോൾ ആ വിഷയമില്ലല്ലോ. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വിസ്മയം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കരുതി ഇലക്ഷനിലെ റിസൾട്ടായിരിക്കും വിസ്മയം, അല്ലെങ്കിൽ ചിലരെ പ്രത്യേകമായി സ്ഥാനാർത്ഥികളാക്കി അവതരിപ്പിക്കുന്നതായിരിക്കും വിസ്മയം. പക്ഷേ വിസ്മയം എന്ന് ഇന്ന് നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ഇന്നലകളിൽ കണ്ടു. തമിഴ്നാട്ടിലൊക്കെ സംഭവിക്കുന്നത് പോലെ വാഹനത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് പെട്രോൾ ഒഴിക്കുന്നു, ഒരാൾക്ക് വേണ്ടി വാദിക്കുന്നു. അദ്ദേഹം ശബ്ദിച്ചില്ല, ഇങ്ങനെയുള്ള പ്രകടനങ്ങൾ കേരളത്തിൽ പാടില്ല എന്ന് ഈ മൂവരും പറയുന്നില്ല. KPCC-യുടെ ഉന്നത നേതൃത്വത്തിൽ ആരും പറയുന്നില്ല ഇങ്ങനെയുള്ളതൊന്നും നടത്താൻ പാടില്ല എന്ന്. പരസ്പരം മത്സരിച്ച് പ്രകടനം നടത്തുന്നു. കേരളത്തിൽ ക്രമസമാധാന പ്രശ്നമായിട്ട് അത് മാറുന്നു. എന്നിട്ട് മറ്റൊരു അഖിലേന്ത്യാ നേതാവ് വന്ന് മത്സരിച്ചാൽ തോൽപ്പിക്കുമെന്ന് പറയുന്നത് രഹസ്യമായിട്ടുള്ള ഒളിക്യാമറയിലൂടെ പറയുന്ന കാര്യമല്ല, പരസ്യമായി കോൺഗ്രസിന്റെ ഘടകങ്ങളിൽപ്പെട്ട പ്രവർത്തകർ പറയുകയാണ്. ഇപ്പോൾ കേസിക്ക് വേണ്ടിയോ RC-ക്ക് വേണ്ടിയോ വീടിക്ക് വേണ്ടിയോ ജനങ്ങൾ പ്രശ്നം? അതിലേക്ക് ഞാൻ വരാം. ഇതിങ്ങനെ താരതമ്യം ചെയ്യേണ്ട വിഷയമല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 5 മിനിറ്റിനകം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന് KPCC-യുടെ വർക്കിംഗ് പ്രസിഡന്റാണ് പറഞ്ഞത്. ഏതായി 5 മിനിറ്റ്? ഇപ്പം ദിവസങ്ങൾ എത്രയായി? എന്ത് സംഘർഷമാണ് നടക്കുന്നത്? ഇതാണ് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഇവിടെ ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു തെറ്റിപ്പോയ പ്രശ്നം എന്താണെന്നറിയോ? സ്വയം കേസ് വാദിച്ച് തോക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ നടപടിയെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എടുത്തില്ലല്ലോ. അപ്പം നടപടിയെടുക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മൗലികമായ കടമയാണ്. പക്ഷേ ഞങ്ങൾ എടുത്തില്ലല്ലോ എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താ? അപ്പോൾ എടുക്കാതിരിക്കാൻ വേണ്ടിയാണോ നടപടിയെടുക്കുമെന്ന് പറഞ്ഞത്? ഭീഷണിപ്പെടുത്തലാണോ? നടപടിയെടുക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്നാൽ അത് അച്ചടക്കം, നിങ്ങളുടെ കയ്യിൽ നിന്നില്ലെങ്കിൽ ജനാധിപത്യം. ദയവായി ലോകത്ത് നൂറ്റാണ്ടുകൾ നീണ്ട പോരാട്ടത്തിലൂടെ ഉരുവം കൊണ്ട ജനാധിപത്യം എന്ന പ്രക്രിയയ്ക്ക് തമ്മിലടി എന്ന പര്യായപദം കൊടുക്കരുത്. ജനാധിപത്യത്തിൻ്റെ പര്യായപദം തമ്മിലടിയല്ല. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ജനാധിപത്യം തമ്മിലടിയല്ല, അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയാണ് നിങ്ങൾ സംഘർഷത്വമായിട്ട് താരതമ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ സംഘർഷമാക്കി അതിൻ്റെ പര്യായപദം ഉണ്ടാക്കുന്നത്. അതുപോലെ അച്ചടക്കം എന്നുള്ളത് ഏകാധിപത്യമല്ല. ഒരു പാർട്ടി അച്ചടക്കം, ഒരു കുടുംബത്തിലെ അച്ചടക്കം, ഒരു സമൂഹത്തിൻ്റെ അച്ചടക്കം, ഒരു സംഘടനയുടെ അച്ചടക്കം, അത് ഏകാധിപത്യം എന്ന് നിങ്ങൾ പേര് കൊടുക്കരുത്. അച്ചടക്കത്തെ നിങ്ങൾ ഏകാധിപത്യമായിട്ട് കരുതുക, ജനാധിപത്യത്തെ തമ്മിലടിയായിട്ട് കരുതുക. ഒന്നുമില്ലെങ്കിൽ കേരളത്തിലെ പുതിയ തലമുറ, പൊളിറ്റിക്കൽ സയൻസ് പ്രത്യേകം എടുത്ത് പഠിക്കാത്ത തലമുറയിൽപ്പെട്ടവർ കരുതും ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ബഹളത്തിനാണ് ജനാധിപത്യം എന്ന് അവർ തെറ്റായിട്ട് കരുതും. അങ്ങനെ പുതിയ തലമുറയെ നിങ്ങൾ വഴിതെറ്റിക്കരുത്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇതല്ല. ഇനി ഇടതുപക്ഷത്തിൻ്റെ പ്രശ്നത്തിലേക്ക് വന്നാൽ, കേരളത്തിൽ എവിടെങ്കിലും പ്രതിപക്ഷ നേതാവിൻ്റെ ഫ്ലക്സ് ബോർഡ് വെച്ചോ? കേരളത്തിൽ ഇന്ന ആളുകൾ പ്രതിപക്ഷ നേതാവിനെ ആവശ്യപ്പെട്ട് ബഹളം നടക്കുന്നോ? എപ്പോഴാണ് കേരളത്തിൽ പ്രതിപക്ഷ നേതാവിനെ വേണ്ടുന്നത്? CPI-എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ അവകാശപ്പെട്ട പാർട്ടി അക്കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. എപ്പോഴാണ് ഇത് ജനത്തോട് പറയേണ്ടത്? ആ സന്ദർഭത്തിൽ പറഞ്ഞാൽ പോരെ? അതിനു മുമ്പ് ഇന്നയാൾ പ്രതിപക്ഷ നേതാവാകണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ട് രംഗത്ത് വന്നോ? നിങ്ങൾ CPI-യുടെ അഭിപ്രായം പറഞ്ഞു, CPI പത്രസമ്മേളനം നടത്തി പറഞ്ഞോ ഇന്നയാൾ പ്രതിപക്ഷ നേതാവാകണമെന്ന്? നിങ്ങൾ CPI-യുടെ കമ്മിറ്റിക്കകത്ത് നടന്ന ചർച്ചയെക്കുറിച്ചല്ലേ പറഞ്ഞു? അപ്പം ചർച്ചകളൊന്നും കമ്മിറ്റി നടക്കണ്ടേ? അതല്ലേ ജനാധിപത്യം? കമ്മിറ്റി അവരവരുടെ പാർട്ടികൾക്കകത്ത് അവരവരുടെ സംവിധാനത്തിനകത്ത് അഭിപ്രായം പറയുക. അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ട് അതിൽ നിന്ന് ശരിയായ രൂപത്തിലേക്ക് എത്തുക. അതാണ് ജനാധിപത്യ പ്രോസസ്സ്. അത് ആ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നടക്കട്ടെ, CPI-യിലും CPM-ലും ഒക്കെ നടക്കട്ടെ. അതല്ലാതെ വേറെന്താ അതിനകത്ത്? ഇനി VS-ന്റെ പ്രകടനം, ഇവിടെ VS-ന്റെ പ്രകടനവും നിങ്ങളുടെ 3 പേരുടെ പ്രകടനവും തമ്മിൽ കമ്പാരിസൺ ആണെങ്കിൽ അത് ചർച്ച ചെയ്യാം നമുക്ക്. VS-ന്റെ പ്രകടനം നടന്നവർ അങ്ങ് തന്നെ പറഞ്ഞല്ലോ പാർട്ടിക്കകത്തില്ലെന്ന്. നിങ്ങളുടെ പാർട്ടിക്കകത്ത് പ്രകടനം നടത്തിയവരെ പുറത്താക്കാൻ ഒരിക്കലും നിങ്ങളുടെ പാർട്ടി കാണത്തില്ല. അപ്പോൾ ഒരു തെറ്റായ ഞങ്ങൾ ഇനി MLA-മാരുടെ സ്വാതന്ത്ര്യം, MLA-മാരെ തീരുമാനിക്കുന്ന ആരാ? തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ്. പക്ഷേ നിങ്ങൾ MLA സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിക്കുന്ന ആരാ? ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. സ്വതന്ത്രരായിട്ടൊഴിച്ച് ബാക്കി എല്ലാവരെയും
സ്ഥാനാർത്ഥികളാക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയാണ് അതിൻ്റെ നേതാവിനെ തീരുമാനിക്കുന്നത്. ശരി. ഒരാളെ MLA ആക്കാൻ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ ജനങ്ങളുടെ അംഗീകാരം ലഭിച്ചാൽ ആ രാഷ്ട്രീയ പാർട്ടിക്കാണ് അതിൻ്റെ നേതാവിനെ തീരുമാനിക്കാൻ അവകാശം. നിങ്ങൾ അത് തന്നെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ MLA-മാരുടെ അഭിപ്രായം കേട്ടു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പാർലമെന്ററി പാർട്ടി വിളിച്ചു കൂട്ടിയിട്ട് അവിടെ പേരുകൾ പറയാൻ പറയുക, ഭൂരിപക്ഷം കിട്ടുന്ന ആളെ അങ്ങ് എടുത്താൽ പോരെ. അപ്പം നിങ്ങളുടെ MLA-മാരുടെ അഭിപ്രായം അല്ല അവിടെ പരിഗണിക്കുന്നത്. പല സ്റ്റേറ്റുകളിലും അങ്ങനെയല്ല പരിഗണിച്ചത്, ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. എനിക്കൊരു ചെറിയ ചോദ്യത്തിന് മറുപടി പറയണം. വസന്തിന്റെ സമയത്ത് പറഞ്ഞാൽ മതി, എന്നെ വെറുതെ ആക്ഷേപിക്കാൻ നിൽക്കരുത്. ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ ഈ ചോദ്യം വേറൊരു ചാനലിൽ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ മറുപടിയില്ല, പറിച്ച് നമ്മളെ ആക്ഷേപിക്കുക. എൻ്റെ ചോദ്യം ഇതാണ്. AIC എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. വർക്കിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവും. നിങ്ങളുടെ ഏത് ഘടകത്തെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഭരണഘടനയിലുള്ളത്, കോൺഗ്രസിൻ്റെ ഭരണഘടനയ്ക്കകത്ത് പറയുന്ന ഏത് സംവിധാനവും ഞങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഹൈക്കമാൻഡ് കോൺഗ്രസ് ഭരണഘടനയ്ക്ക് വിധേയമാണോ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭരണഘടനയിൽ അനുശാസിക്കുന്ന ഒരു സംവിധാനമാണോ ഹൈക്കമാൻഡ്? അങ്ങനെയാണെങ്കിൽ ആ ഹൈക്കമാൻഡിൽ ആരൊക്കെയാണ് അംഗങ്ങൾ? ഇതൊന്ന് ജനത്തെ ബോധ്യപ്പെടുത്തിയാൽ കൊള്ളാം. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈക്കമാൻഡിൽ അംഗങ്ങൾ ആരൊക്കെയാണ്? ഭരണഘടനാപരമായി കോൺഗ്രസിന്റെ ഭരണഘടനയിൽ ഹൈക്കമാൻഡ് എന്നൊരു സംവിധാനം ഉണ്ടോ? വർക്കിംഗ് കമ്മിറ്റിയെ പോലെ AICC പോലെ ഒരു സംവിധാനം ഉണ്ടോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.